ഹലോ അസ്സലാമു അലൈക്കും. ഇന്നൊരു അടിപൊളി പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുനോക്കാം. ഞാനിവിടെ ഒരു കപ്പ് പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ളത് ക്രീം, മിൽക്ക് മെയ്ഡ്, ബൂസ്റ്റ് പൊടി, ബ്രെഡ്, ഡാർക്ക് ചോക്ലേറ്റും കൂടിയാണ് ആവശ്യമായിട്ടുള്ളത്. പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പാക്കറ്റ് ബൂസ്റ്റ് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ബൗളിലേക്ക് 2 കപ്പ് ക്രീം എടുക്കാം. ഇതുപോലെ 2 കപ്പ് ക്രീം എടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ട് മെഷീൻ വെച്ച് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്താലാണ് കേട്ടോ നമ്മളെ പുഡിങ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുണ്ടാവുള്ളൂ. ഷുഗറിന് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതിനെക്കാട്ടി ടേസ്റ്റ് ആയിരിക്കും നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ. ഇനി നമുക്കിതിലേക്ക് ഒരു പാക്കറ്റ് ബൂസ്റ്റ് പൊടി ചേർത്തിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം. ഇനി ചോക്ലേറ്റിലേക്ക് കുറച്ച് പാലോ അല്ലെങ്കിൽ ക്രീമോ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാല് ചേർത്തിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പാക്കറ്റ് ബൂസ്റ്റ് പൊടി ചേർത്ത് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 4 പാക്കറ്റ് ബൂസ്റ്റ് പൊടി വേണം ഈ പുഡിങ്ങിന്. 5 രൂപേൻ്റെ 4 പാക്കറ്റ് ബൂസ്റ്റ് പൊടി വേണം. ഇനി ഇതുപോലെ നമുക്ക് ഈ പാലിൽ ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ട്രേയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ബാക്കിയുള്ള പാലിൻ്റെ മിക്സും കൂടി നമുക്ക് ഈ ട്രേയിലേക്ക് ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ക്രീം മുഴുവനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. ഒരിക്കലെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല ടേസ്റ്റാണ് ഈ പുഡിങ്. നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി പുഡിങ്ങാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നട്ട്സോ അല്ലെങ്കിൽ ഞാൻ ബൂസ്റ്റ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ടായിട്ടില്ല, വീഡിയോ ഷൂട്ട് ചെയ്തത് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. ഇതിൻ്റെ മുകളിൽ ബൂസ്റ്റ് പൊടിയോ അല്ലെങ്കിൽ നട്ട്സോ എന്താ നിങ്ങളുടെ അടുത്തില്ലേന്ന് വെച്ചാൽ അത് ചേർത്ത് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.